തെരഞ്ഞെടുപ്പിന് ഒരുങ്ങവേ കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയ ആദായനികുതി വകുപ്പ്. നികുതി കുടിശ്ശികയും പലിശയും അടക്കം 1769 കോടി രൂപ അടക്കണമെന്നാവശ്യപ്പെട്ട് പുതിയ നോട്ടീസ് നൽകി. 2017-18 മുതൽ 2020-21 വരെയുള്ള പിഴയും പലിശയും അടങ്ങുന്ന തുകയാണ് പുതുതായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിനെ പാപ്പരാക്കി ഇല്ലാതാക്കാനുള്ള നരേന്ദ്രമോദിയുടെ ഗൂഢലക്ഷ്യമാണ് നടപടിക്ക് പിന്നിലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. 1769 കോടിയുടെ അടക്കേണ്ട നോട്ടീസ് ഇന്നലെ അവർ സർവ് ചെയ്തിരിക്കുക കോൺഗ്രസ് പാർട്ടിക്ക്. 2017-18 96 കോടി, 2018-19 102 കോടി, 2019-20 557 കോടി, 2020-21 320 കോടി. അതെല്ലാം കൂടി 1076 കോടി രൂപയാണ്. ഇതിന്റെ പലിശ 692 കോടി. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പാപ്പരാക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ നിയമപരമായിട്ടുള്ള വഴികൾ തേടും. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യവ്യാപകമായിട്ട് നാളെയും മറ്റന്നാളും ഇതിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി പ്രതിഷേധിക്കും. നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ദില്ലിയിൽ നിന്ന് ശരത് കെ ശശിയും ഒപ്പം തന്നെ ആലപ്പുഴയിൽ നിന്ന് R ശ്രീജിത്തും ഉണ്ട്. ആദ്യം R ശ്രീജിത്തിലേക്ക്. KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് ലഭിച്ച നോട്ടീസിൻ്റെ വിശദാംശങ്ങൾ പറയുന്നത്. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ശ്രീജിത്ത്? എന്തൊക്കെയാണ് സമഗ്ര രൂപം KC വേണുഗോപാൽ പറഞ്ഞതിൻ്റെ? നികേഷ്, കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് കോൺഗ്രസ് ആസ്ഥാനത്ത് ലഭിച്ചതെന്നാണ് KC വേണുഗോപാൽ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 1076 കോടി രൂപ അടയ്ക്കണമെന്ന ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസാണ് വന്നിരിക്കുന്നത്. 692 കോടി രൂപ ഇതിൽ പലിശ മാത്രമാണ്. നേരത്തെ നമ്മൾ പ്രക്ഷേപണം ചെയ്ത KC വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ പറയുന്ന പോലെ BJPയും മറ്റും നികുതി അടച്ച ആദായ നികുതിയുടെ പണം അതിന് നികുതി അടച്ചതിന്റെ കണക്ക് വ്യക്തമാക്കിയിട്ടില്ല. ഇത് മറ്റ് പ്രതിപക്ഷ പാർട്ടികളോട് മാത്രമേ ഈ നയം ആദായ നികുതി വകുപ്പിനുള്ളൂ. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം ഇത്തരത്തിലൊരു നടപടി എടുക്കുന്നത് പരാജയ ഭീതി മൂലം വിഭ്രാന്തി പൂണ്ട ഒരു നടപടിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂവെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് അടുത്തോടെ BJPക്ക് വലിയ തോതിൽ ഭയം വന്നിരിക്കുന്നു. ഇതിനെതിരെയാണ് നാളെയും മറ്റന്നാളും രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായ ഈ കണക്ക്, അതായത് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട നോട്ടീസിന്റെയും മറ്റും കൃത്യമായ കണക്ക് വിശദീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ട്രഷറർ, AICC ട്രഷറർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതോടുകൂടി പൂർണ്ണമായ ചിത്രം മാധ്യമങ്ങൾക്ക് മുമ്പിലും രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിലും നൽകാൻ കഴിയുമെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. തരംതാണ ഒരു പ്രതികാര രാഷ്ട്രീയമാണ് BJP പയറ്റുന്നത്. ആദായ നികുതി വകുപ്പ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഗുണ്ടകളെ പോലെ പെരുമാറുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പ്രതിപക്ഷത്തെ വേണ്ടാത്ത തെരഞ്ഞെടുപ്പാണ് മോദിയുടെ ലക്ഷ്യം. എല്ലാ പ്രതിപക്ഷ ശബ്ദങ്ങളെയും ഇല്ലാതാക്കി അവരെ എല്ലാ തരത്തിലും ഒറ്റയ്ക്ക് വിജയം നേടാൻ കഴിയും, അല്ലെങ്കിൽ രാജ്യത്തെ ഒരു അത്തരത്തിലൊരു ഭരണം കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ BJP പ്രകടിപ്പിക്കുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇലക്ട്രൽ ബോണ്ടിലൂടെ BJPയുടെ അഴിമതി വിരുദ്ധതയുടെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. വലിയ തോതിലുള്ള അഴിമതിയാണ് നടന്നത്. ഇത്തരം നിയമങ്ങളും പലിശ ഒന്നും BJPക്ക് മാത്രം ബാധകമല്ലാത്ത സ്ഥിതിയാണ് രാജ്യത്ത് ഇപ്പോഴുള്ളത്. കാറ്റ് വിതച്ച് BJP കൊടുങ്കാറ്റ് കൊയ്യുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇൻകം ടാക്സ് പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ നിർവീര്യമാക്കാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഇപ്പോൾ ആലപ്പുഴയിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീജിത്താണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. KC വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്. ദില്ലിയിൽ നിന്ന് ശരത് കെ ശശി കൂടി ചേരുന്നു നമ്മോടൊപ്പം. ശരത്ത്, കോൺഗ്രസിന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ആ നോട്ടീസിൽ എപ്പോഴാണ് തുക അടക്കേണ്ടത് എന്നത് സംബന്ധിച്ച് എന്ത് വിവരമാണുള്ളത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ തുക സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് മുമ്പ് അടച്ചു തീർക്കുക സാധ്യമല്ലാത്ത കാര്യമാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? നികേഷ്, കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കോൺഗ്രസിന്റെ ആദായ നികുതി പുനർനിർണയത്തിനെതിരായ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. 2017 മുതൽ 2020 വരെയുള്ള 4 വർഷത്തെ ആദായ നികുതി പുനർനിർണയത്തിനു വേണ്ടിയുള്ള ആദായ നികുതി വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ആ ഹർജി കോൺഗ്രസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായത്. ഹർജി തള്ളി വെറും മണിക്കൂറുകൾക്കുള്ളിലാണ് 1700 കോടി അടയ്ക്കണമെന്ന് കാണിച്ചുകൊണ്ട് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നോട്ടീസ് ലഭിച്ച
കാര്യം കോൺഗ്രസ് നേതൃത്വം ഇന്ന് പുലർച്ചയോടുകൂടി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 1768 കോടി എന്ന് പറയുന്നത് 4 വർഷത്തെ ആദായനികുതി പുനർനിർണയവുമായി ബന്ധപ്പെട്ട തുക, അതിന്റെ പിഴ, കൂടാതെ പലിശ, ഇതെല്ലാം ചേർത്താണ് 1768 കോടി രൂപ വരുന്നത്. കോൺഗ്രസ് ഈ നീക്കത്തെ നിയമപരമായി നേരിടുമെന്ന് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ 2014, 15, 15, 16, 16, 17 ഇങ്ങനെ 3 സാമ്പത്തിക വർഷങ്ങളിലെ ആദായനികുതി പുനർനിർണയിച്ചുകൊണ്ട് കോൺഗ്രസിനോട് 520 കോടി രൂപ അടയ്ക്കണമെന്ന് ആദായനികുതി വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ നോട്ടീസും നൽകിയിരുന്നു. ഇങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 2300 കോടി രൂപയോളം ആദായനികുതി അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അത് തീർത്തും പ്രായോഗികമല്ല എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ആദായനികുതി വകുപ്പ് നടപടിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേരത്തെ തന്നെ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെയും അതുപോലെ തന്നെ ഹൈക്കോടതിയും ഒക്കെ തന്നെ സമീപിച്ചിരുന്നു. അത് കേസ് നടത്തുന്നത് കോൺഗ്രസിന്റെ രാജ്യസഭയിലെ എംപിയും അഭിഭാഷകനുമായ വിവേക് തൻഖയാണ്. അദ്ദേഹം ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഈ ആദായനികുതി വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്, അതിൽ നിശ്ചിത തുക അടയ്ക്കണമെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ആ നോട്ടീസിൽ എന്താണ് ഇത്രയും തുക കണക്കാക്കുന്നതിന് വേണ്ടി പരിഗണിച്ച ഘടകങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ ഒന്നും വിശദീകരിക്കാതെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് വിവേക് തൻഖ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ള നോട്ടീസിന്റെ കാര്യത്തിലും തുടർ നിയമ നടപടികൾ ഉണ്ടാകും, നിയമ പോരാട്ടം നടത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എത്രത്തോളം തെറ്റിദ്ധാരണാജനകമായ രീതിയിലാണ്, അശാസ്ത്രീയമായാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾക്ക് മേൽ ഈ തരത്തിൽ ആദായനികുതി വകുപ്പ് പിടിമുറുക്കിയിരിക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നാണ് AICC വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ 2018-19 സാമ്പത്തിക വർഷത്തെ കോൺഗ്രസിന്റെ ആദായനികുതി പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഡൽഹിയിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 135 കോടി രൂപ ഈ ആദായനികുതി വകുപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് വളരെയധികം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്ത അത്രയും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ദേശീയ നേതാക്കൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് എത്രത്തോളം എത്താൻ വേണ്ടി പറ്റുമെന്ന സംശയം പോലും ഉണ്ടാക്കുന്ന വിധത്തിലാണ് ആദായനികുതി വകുപ്പ് നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദില്ലിയിൽ നിന്നാണ് കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ള നോട്ടീസിൻ്റെ വിശദാംശങ്ങൾ ശരത് കെ ശശി നൽകിയിട്ടുള്ളത്. ഗൂഢലക്ഷ്യമാണിത്. 2017, 2018 മുതൽ 2020-21 വരെയുള്ള പിഴയും പലിശയുമാണ് അടക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പിൻ്റെതായി കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. കോൺഗ്രസിനെ പാപ്പരാക്കി ഇല്ലാതാക്കാനുള്ള നരേന്ദ്രമോദിയുടെ ഗൂഢലക്ഷ്യമാണ് നടപടിക്ക് പിന്നിലെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അല്പം മുമ്പ് റിപ്പോർട്ടർ TV അടക്കമുള്ള ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി. ശ്രീജിത്ത് തുടരുന്നുണ്ട് നമ്മോടൊപ്പം. ശ്രീജിത്ത്, കോൺഗ്രസ് എന്തു ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. രാജ്യവ്യാപക പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ട ആദായനികുതി വകുപ്പ് നോട്ടീസിനെതിരെ തന്നെ, അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ കൈയിട്ട് വാരിയ നടപടിക്കെതിരെ തന്നെ വലിയ പ്രക്ഷോഭം ഉയർത്തുമെന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കോൺഗ്രസ് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. നികേഷ്, രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാ പ്രതിപക്ഷ ശബ്ദങ്ങളെയും അമർച്ച ചെയ്തുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ഇതൊരു തരത്തിൽ അമിതാധികാര പ്രവണതയുടെ ലക്ഷണങ്ങളാണ്. ഈ അമിതാധികാര പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് AICCയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് നാളെയും മറ്റന്നാളും രാജ്യവ്യാപകമായി പ്രക്ഷോഭം ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിന് ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് 31-ന് ഡൽഹിയിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു റാലി നടത്താനുള്ള തീരുമാനമുണ്ട്. ഈ റാലി ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധ വേദിയാക്കി മാറ്റുന്ന കാര്യവും കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയുള്ള പ്രതിഷേധം മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് അത്തരം ആദായനികുതി വകുപ്പിനെ പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഇടപെടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിന് വേദിയായി കൂടി ഈ 31-ലെ പരിപാടി മാറ്റാനുള്ള തീരുമാനം കോൺഗ്രസിനുണ്ട്. അത്തരം ആലോചനകൾ തിരക്കിട്ട് കോൺഗ്രസ് നേതൃതലത്തിൽ നടക്കുന്നു. എന്തായാലും രാജ്യത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ തരത്തിലുള്ള
ഒരു ഇടപെടലാണ് ആദായ നികുതി വകുപ്പിനെയും മറ്റും ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്നത്, BJP സർക്കാർ നടത്തുന്നത് എന്ന കാര്യത്തിൽ പൊതുവൊരു അഭിപ്രായം രൂപപ്പെടുകയാണ്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിൽ ഒരു അനൌചിത്യമുണ്ട് എന്നടക്കം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നേരത്തെ ആദായ നികുതി വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അനോമലികളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ കാര്യത്തിൽ ഇടപെടേണ്ടത് അതാത് ഘട്ടങ്ങളിൽ തന്നെ ഇടപെടാമായിരുന്നു. എന്നാൽ ഈ നടപടികളെല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി ഞെരുക്കുക, സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എടുക്കുമ്പോൾ അതിന് ഒരു വൈരുനിര്യാതന സ്വഭാവത്തോടുള്ള നടപടിയായി ആക്ഷേപം ഉയരുന്നുണ്ട്. ആ ആക്ഷേപമാണ് ഇപ്പോൾ BJP നേരിടുന്നത്. ഇതിനെ ജനങ്ങളെ അണിനിരത്തി ഇപ്പോൾ കേരളത്തിലടക്കം കൂപ്പണുകൾ അച്ചടിച്ച് ബൂത്ത് തലത്തിൽ, പ്രാദേശിക തലത്തിൽ ഫണ്ട് പിരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ മറ്റും തീരുമാനം. സമാനമായ രീതിയിൽ രാജ്യത്താകെ എന്തുകൊണ്ട് കോൺഗ്രസിന് ഇത്തരത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടേണ്ടി വരുന്നു, ഏത് തരം സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒരു വലിയ പ്രചരണ വേലിയേറ്റമായി തന്നെ അഴിച്ചുവിടാൻ കോൺഗ്രസ് ആലോചിക്കുന്നു. അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. ഷീജിത്തും ശരത് കെ ശശിയുമാണ് വിവരങ്ങൾ നൽകിയത്.